സൂസൻ ഡിസിബയുടെ സാക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. സൂസൻ ഡിസിബ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സാക്ഷ്യം പറഞ്ഞത്. അവരെന്നാ ഉടമ്പടി എടുത്തിരിക്കുന്നത്? ജനുവരി 19. ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 19 അല്ലേ? അപ്പോൾ ഒരു മാസം. അതിനുള്ളിൽ തന്നെ അവിടെ രോഗം ഓപ്പറേഷൻ പോലും ഇല്ലാതെ മരുന്ന് പോലും കഴിയൊക്കെ അമ്മ മാറ്റിക്കൊടുത്ത്. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത് അവർക്ക്? പിന്നെ അവരുടെ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് അവർ പറയുന്നുണ്ട്. 6 വിഷയം പറഞ്ഞ് 6-7 കാര്യം അമ്മ ചെയ്തിട്ടുണ്ട്. അനിയത്തിക്ക് വീട് കിട്ടി, പിന്നെ അമ്മായിയമ്മയുടെ മുട്ടിൻ്റെ നീര് മാറി, അവർ നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇപ്പം എത്ര മാർച്ച് എത്രയാണ്? മാർച്ച് 4, മാർച്ച് 19 ആയിട്ടില്ല, 60 ദിവസം തികഞ്ഞിട്ടില്ല. 50 ദിവസത്തിനുള്ളിലുള്ള 6 കാര്യത്തിന് 7 കാര്യം നടത്തിക്കൊണ്ടാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയണത്. അതുകൊണ്ട് ഇവരുടെ സാക്ഷ്യം ഒന്ന് കേട്ടിട്ട്, ഇത് അച്ഛൻ്റെ ഈ ടോക്കും കൂടി കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് റീഷിഫ്റ്റ് ചെയ്യണം. രണ്ടാമത് പുനഃക്രമീകരിക്കണം. കാര്യം ഈ സ്പിരിറ്റ് നോക്കണം. ഉടമ്പടി മരിയൻ ഉടമ്പടി ഫയേഡ് ആൻഡ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. എളിമയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കത്തുള്ളൂ. രോഗികളെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ കൂടെ ഇരുന്ന് അവരെ കുളിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കയ്യിലുള്ള പൈസ മറ്റവർക്ക് കൊടുക്കാനോ. ഇനി നിങ്ങൾ പഠിക്കാൻ കാശില്ലാത്തവരില്ലേ? ഇപ്പോൾ രണ്ടാമത് അവർ വീട്ടിൽ നിന്ന് പഠിച്ചു, IELTS പോയി തോറ്റു, പിന്നെയും അപ്പോൾ അവിടെ പോയി ട്യൂട്ടോറിൽ പോയി പഠിച്ചിട്ടും പിന്നെയും തോറ്റെങ്കിൽ പിന്നെ ആരെങ്കിലും പഠിപ്പിക്കണ്ടേ? ഇനിയും 35,000 രൂപ മുടക്കി അവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അത് പൈസ മുടക്കിയവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ അത് കാരുണ്യപ്രവൃത്തി ഉള്ളവരാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യപ്രവൃത്തിയിലുള്ളതാണ്. അല്ല രോഗികളെ കാണുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ട്യൂഷൻ എടുത്താൽ പോലും ഉടമ്പടിയുടെ ഭാഗമാണത്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യത്തിന് പകരം. നിങ്ങളത് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അയൽവാസിയല്ലേ, കൂട്ടുകാരത്തിയല്ലേ, നമുക്കൊരു കൂട്ടുകാരത്തിനെ കിട്ടുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജഡികമായ ചിന്തയിലാണ് ചെയ്യണത്. അല്ല, അങ്ങനെയല്ല. ഏത് ജാതിക്കാരായാലും നമ്മൾ അവരൊന്ന് സഹായിക്കണം, പഴക്ക് പഠിക്കാനുള്ള നിർവാഹം ഇല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാഴ്ചവെച്ചാൽ മതി. കർത്താവേ, എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാത്സ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, അവരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കും. അവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്കത് നിലനിൽക്കാൻ പറ്റും. രോഗികളെ തന്നെ കണ്ടിട്ട് അങ്ങനെ ഓപ്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തി ഉള്ളതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുവാൻ. കർത്താവ് പറഞ്ഞതാണ്, അവൻ പറഞ്ഞതാണത്. എന്താ അവൻ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ ജനതകളെയും പഠിപ്പിക്കുക. അതാണ് വിഷയം. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ ചില ആൾക്കാർ ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് പഠിപ്പിക്കല. അത് സാക്ഷ്യം പറയാൻ പറഞ്ഞില്ലേ? ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ കാര്യം? അത് പഠിപ്പിക്കലാണ്. അത് കാരുണ്യപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക. എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവസ്നേഹത്തോടെ നിബന്ധനകൾ പാലിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ രോഗമുള്ള ശരീരഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്പോണ്ടിലോസിസ്, തൈറോയിഡൊക്കെ ഉള്ളവർ കഴുത്തിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. PCOD, പിസ്റ്റുല ഉള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവരും അടിവയറ്റി കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. കിഡ്നി അസുഖമുള്ളവരും നടുവേദനക്കാരും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണിൻ്റെ കാഴ്ച, ചെവിയുടെ കേൾവി, അതുപോലെ തന്നെ ശിരസ്സിൽ വരുന്ന
രോഗങ്ങൾ, തലവേദനകളുള്ളവർ നെറ്റിയിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ എല്ലാം നെഞ്ചിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയരോഗികളുടെ കൂടെ കരൾ രോഗികളും പാങ്ക്രിയാസ് രോഗികളും എല്ലാം നെഞ്ചിൻ്റെ പൊട്ടിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. സർവാംഗ രോഗികൾ സ്വസ്തിക പോലെ ശരീരം കൈകൊണ്ട് പൊതിഞ്ഞ് മൊത്തം ദൈവത്തിന് ശരീരം സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. അച്ഛൻ പ്രാർത്ഥിക്കണം, വിശ്വാസപ്രമാണം ചെല്ലുകയും സ്തുതിക്കുകയും ചെയ്യുക. അടിപ്പണ പോലെ വൈതാക്കാമ്പ ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ്. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, ശിരസ് രോഗങ്ങൾ, കരണരോഗങ്ങൾ, നാസിക രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. പരിശുദ്ധമ്മേ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസിൻ്റെ രോഗങ്ങളുള്ളവരെ, പിൻകഴുത്തിൽ അസുഖമുള്ളവരെ, മുഴയുള്ളവരെ, ക്യാൻസറുള്ളവരെ, ചെവിക്ക് വേദനയുള്ളവരെ, ചെവിക്ക് പഴുപ്പ് വരുന്നവരെ, കണ്ണ് അടക്കാൻ പറ്റാത്തവരെ കർത്താവ്, മൂക്കിന് അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവ്. കണ്ണ് രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവ്, പാങ്ക്രിയാസ് അസുഖമുള്ളവർ, ഹൃദയ രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. അടഞ്ഞുപോയ വാൽവുകൾ കർത്താവിൻ്റെ കൃപയിൽ നാമത്തിൽ തുറന്നു വരട്ടെ. ഉദര രോഗികൾ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, ഉദര രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ വാദരോഗികൾ, വ്യത്യസ്തമായ രോഗങ്ങൾ, ഇവിടെ പറഞ്ഞതും പറയാത്തമായ രോഗങ്ങളെ വേദനിക്കുന്ന മാരക രോഗികൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവാനുഗ്രഹ പ്രാർത്ഥനയുടെ സമയമാണ്. ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വീടില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതിപ്പോയവർ, റിസൾട്ടിനെക്കുറിച്ച് ആശങ്കയുള്ളവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പ്രത്യേകിച്ച് ഇവിടെ പരീക്ഷയ്ക്ക് എഴുത്തിന് വേണ്ടി വന്നിട്ടുള്ളവർ, IELTS, MOH, ഹാദ്, അതുപോലെയുള്ള പ്രൊഫഷണൽ പരീക്ഷയും, പിന്നെ നമ്മുടെ പരീക്ഷ എഴുതിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോളേജിലും പരീക്ഷ നടക്കുന്ന സമയമാണ്. അങ്ങനെ അവിടെ മാതാപിതാക്കന്മാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരീക്ഷയുടെ വിഷയം ദൈവദേശത്തെ വെച്ചിട്ടുള്ളവരുണ്ട്. അവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട. ശ്രദ്ധിക്കട്ടെ. സഭയുടെ അധികാരത്തിൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജോലിയില്ലാത്തവർ, കർത്താവെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, കർത്താവ് പരീക്ഷയിൽ കഴിഞ്ഞവർ, ഒതുങ്ങുന്നവർ, റീവാലുവേഷനിൽ കൊടുത്തിട്ടുള്ളവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, കർത്താവെ പലതരത്തിലുള്ള വേദന, ജോലി സംബന്ധമായ കുരുക്കുകൾ അനുഭവിക്കുന്നതുകൊണ്ട് എല്ലാ ജീവിത ദുരിതങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയോട് ചേർത്ത്, ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സാക്ഷികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ.
എൻ്റെ മക്കളെ, വേറെ ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളുണ്ട്. കേസിലകപ്പെട്ടവർ, അവൻ്റെ കുടുംബത്തിന് തീരാ സങ്കടം ഉണ്ടാക്കുന്ന പ്രണയത്തിൽ കുടുങ്ങിപ്പോയവർ, മനഃപൂർവ്വം ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, പ്രാർത്ഥനയില്ലാത്ത യുവതി യുവാക്കന്മാർ, ജീവിത വരുമാന മാർഗമില്ലാത്തവർ, അത് മുട്ടിപ്പോയവർ, പലതരത്തിലുള്ള ബാങ്ക് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നവർ, പക്ഷെ അതിനെ അടക്കാനൊരു മാർഗം അവർ കാണാത്തവർ, വിവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, വിദേശ ജോലിയിൽ അവിടെ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, കിട്ടാത്തവർ, വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, നാട്ടിലായാലും വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, നടക്കാത്തവർ, അന്യദേശങ്ങളിൽ സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ പൊറുക്കാൻ പറ്റാതെ വിറ്റ് മാറാൻ ഉദ്ദേശിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കിടപ്പ് രോഗികൾ, പലതരത്തിലുള്ള മയക്കുമരുന്നിന് അകപ്പെട്ടു പോയവർ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുമെല്ലാം തളിക്കപ്പെടാൻ വേണ്ടിയും, ശത്രുക്കൾ ചവിട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വത്തുകൾ, നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥകൾ, കണ്ണീരോടെ കർത്താവിന് തിരിച്ച് അമ്മയുടെ മാധ്യം സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാണ് ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ മുട്ടേ നിൽക്കുക. മക്കളെ, എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്, അച്ഛനത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴും ഈശോയോട് പറയാം. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് മൗനമായി നിങ്ങളുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോയോട് പറയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം സാക്ഷ്യം പറയാൻ പറ്റും. അടയാളം കിട്ടണം മക്കളെ. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാവുന്ന പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മുട്ട നിൽക്കുക. ആശീർവാദം. ഈ ആരാധനയിലുടനീളം ഞങ്ങളെ വഴി നടത്തിയ, വചനങ്ങൾ നൽകിയ, വെളിപാടുകൾ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും എത്രയും വേഗം ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.